സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്ത് പ്രവർത്തിച്ച സ്പർശൻ വെൽനസ് സ്പായുമായി ബന്ധപ്പെട്ട വിവാദം ബി.ജെ.പിയിൽ ചലനമാകില്ല. ബി.ജെ.പി ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.പി. ഷൈൻലാലിനെ ലക്ഷ്യമിട്ട് നടന്ന നീക്കങ്ങൾ പാളിയെന്നാണ് സൂചന. തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി മേയർ വി രാജേഷ് പൂട്ടിക്കലിന് പിന്നിൽ. എന്നാൽ ഷൈൻലാലിനെ സംരക്ഷിക്കാൻ ബി.ജെ.പിയിലെ ഒരു വിഭാഗം നേതാക്കൾ കൃത്യമായി പ്രതിരോധം തീർത്തു കഴിഞ്ഞു. ഇതോടെ പാർട്ടിക്കുള്ളിൽ ഷൈൻലാലിന് ഒന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പായി. സൈക്കോ എന്ന് അണികൾ സ്നേഹത്തോടെ വിളിക്കുന്ന നേതാവും ഷൈൻലാലിന് വേണ്ടി രംഗത്തുണ്ട്. ഇതും ഷൈൻലാലിനെ രക്ഷിക്കും. സ്പായിൽ അഭിമുഖത്തിനെത്തിയ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണമുയർത്തി മേയർ വി രാജേഷ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ വിട്ട് സ്ഥാപനം പൂട്ടിച്ചെങ്കിലും കേസെങ്ങും എത്തിയില്ല. ആരോപണം ഉന്നയിച്ച് യുവതി ഇതുവരെ പോലീസിനെ സമീപിച്ചിട്ടില്ലെന്നത് ഷൈൻലാലിന് വലിയ ആശ്വാസമാണ്. ജോലിക്ക് ആധാറും ഫോട്ടോയും ചോദിച്ചപ്പോൾ നൽകാത്തതിനാലാണ് ജോലി നൽകാതിരുന്നത്. യുവതി മേയറെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഷൈൻലാൽ നൽകുന്ന വിശദീകരണം. പോലീസിൽ പരാതിയില്ലാത്ത സാഹചര്യത്തിൽ പീഡനാരോപണം വെറും സൈബർ പുകമറയായി മാറുകയാണ്. ലൈസൻസ് തന്റെ പിതാവായ മനോഹരന്റെ പേരിലാണെന്നത് ഷൈൻലാൽ നിഷേധിക്കുന്നില്ല. എന്നാൽ സ്ഥാപനം ലാഭകരമല്ലാത്തതിനാൽ മാസങ്ങൾക്ക് മുൻപ് മറ്റൊരാൾക്ക് കൈമാറിയതാണെന്നും ലൈസൻസ് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കവെയാണ് വിവാദമുണ്ടായതെന്നും അദ്ദേഹം ബി.ജെ.പി നേതൃത്വത്തെ അറിയിച്ചു. ഈ വിശദീകരണം സംസ്ഥാന നേതൃത്വം മുഖവിലേക്കെടുത്തു. മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനാണ് നഗരസഭാ സ്പാ പൂട്ടിച്ചതെങ്കിൽ അത് സാങ്കേതികമായ കാര്യം മാത്രമാണെന്നും അതിൽ രാഷ്ട്രീയമില്ലെന്നുമാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഷൈൻലാലിനെ കൈവിടില്ലെന്ന സൂചനയാണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം നൽകുന്നത്. വ്യക്തിപരമായ ബിസിനസ്സുകളെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന പക്ഷത്താണ് ഷൈൻലാൽ അനുകൂലികൾ. സൈബർ ഇടങ്ങളിൽ ഇടതുപക്ഷം ആയുധമാക്കിയെങ്കിലും പാർട്ടിക്കുള്ളിൽ ഷൈൻലാലിന് ശക്തമായ പിന്തുണയുണ്ട്. ഷൈൻലാലിനെതിരെയുള്ള നീക്കങ്ങൾ ചീറ്റിപ്പോയതോടെ സൈക്കോ എന്ന് വിളിപ്പേരുള്ള നേതാവ് അതീവ സന്തുഷ്ടനുമാണ്.